എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ടെൻഡർ കോക്കനട്ട് കേക്കാണ്. ഇളനീരിൻ്റെ വെള്ളവും കാമ്പൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു ഫില്ലിങ്സ് ഒക്കെ തയ്യാറാക്കി അത് ലെയേഴ്സിൻ്റെ ഇടയിൽ സ്പ്രെഡ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. ഇത് മുട്ടയില്ലാതെ ഉണ്ടാക്കിയ കേക്കാണ്. അതുപോലെ ഓവൻ ഇല്ലാതെയാണ് ബേക്ക് ചെയ്തെടുത്തത്. 4 ലെയേഴ്സിൽ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു കേക്ക് ഏകദേശം 2.5 കിലോയിൽ മുകളിൽ തൂക്കം വരും കേട്ടോ. എൻ്റെ അനിയത്തിയുടെ മോൻ്റെ ആദ്യ പിറന്നാളിന് ഉണ്ടാക്കിയ കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണേ. എങ്കിൽ മാത്രമേ ഞാൻ ഇടാൻ പോകുന്ന ഇനിയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഉണ്ടാക്കാനായി തുടങ്ങാം. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/3 കപ്പ് വെജിറ്റബിൾ ഓയിലും 3/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും 3/4 കപ്പ് അധികം പുളിയില്ലാത്ത തൈരും ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി വേറൊരു ബൗളിലേക്ക് ഞാനൊരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. ഞാനിതൊരു 3 പ്രാവശ്യമാണ് കേട്ടോ അരിച്ചെടുക്കണത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ കേക്കിന് നല്ലൊരു ടെക്സ്ചർ കിട്ടും, നല്ല സോഫ്റ്റും ആയി കിട്ടും കേട്ടോ നമ്മുടെ കേക്ക്. അപ്പോൾ ഞാൻ 3 പ്രാവശ്യം അരിച്ചെടുത്ത ശേഷം വിസ്ക് കൊണ്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യണം. അതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വെറ്റ് ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അതിലേക്ക് കുറച്ചായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഒറ്റയടിക്ക് മിക്സ് ചെയ്തെടുക്കാതിരിക്കുക കേട്ടോ നല്ലത്. അപ്പോൾ കുറച്ചായിട്ട് ഇടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റർ നന്നായിട്ട് മിക്സായി കിട്ടും. പിന്നെ നമ്മുടെ ചാനലിൽ ഞാൻ ഇതുപോലുള്ള ഫങ്ഷൻസൊക്കെ ചെയ്യാറുള്ള കേക്ക് റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. കാണാത്തവർ കാണാം. എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാല് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 1.5 ടീസ്പൂൺ വിനീഗറും 1 ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത ശേഷം കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ കേക്ക് ബാറ്റർ റെഡിയാക്കി വെക്കണം. അടുത്ത ഞാനിവിടെ കേക്ക് ടിന്നിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഗ്രീസ് ചെയ്ത ശേഷം ബട്ടർ പേപ്പർ കൊണ്ട് ലൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ ഇതേപോലെ തന്നെ ഒരു കേക്ക് കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു അളവിൽ ഇതുപോലെ ഉണ്ടാക്കി കാണിക്കണേ കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു സ്റ്റാൻഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ കേക്ക് ടിൻ ഇതിലേക്ക് ഇറക്കി വെക്കുകയാണ്. അപ്പോൾ ഇതിന് ബേക്കിംഗ് ടൈം എനിക്ക് വേണ്ടി വന്നത് ഏകദേശം 1 മണിക്കൂറാട്ടോ. നിങ്ങളൊരു 45 മിനിറ്റ് കഴിയണ സമയത്ത് ഒന്ന് തുറന്ന് നോക്കുക. നല്ല സ്ക്യൂവർ കൊണ്ടോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ കൊണ്ടോ ഇൻസേർട്ട് ചെയ്ത് നോക്കിയാൽ ക്ലീനായി വരികയാണെങ്കിൽ കേക്ക് റെഡിയായി എന്നർത്ഥം. അപ്പോൾ എപ്പോഴും എഗ്ഗ് ഇല്ലാത്ത കേക്കാണെങ്കിൽ ഉറപ്പായിട്ട് കവർ ചെയ്ത് വെച്ചിട്ട് വേണം നമ്മളത് ആറാനായിട്ട് വെക്കാനായിട്ട് കേട്ടോ, അല്ലെങ്കിൽ ഡ്രൈ ആയി പോവും. അപ്പോൾ നന്നായി ആറിയ ശേഷം സ്പാച്ചുല കൊണ്ട് ഒന്ന് റൺ ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഞാൻ അൺമോൾഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അൺമോൾഡ് ചെയ്ത ശേഷം ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ സൂപ്പർ സ്പഞ്ചി ആയിട്ടുള്ള ഒരു കേക്കാണ്. എല്ലാതരം ഐസിങ്ങിനും ഈ ഒരു സ്പഞ്ച് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചിലരുടെയെങ്കിലും ഒരു ധാരണയാണ് മുട്ടയില്ലാതെ എങ്ങനെയാണ് കേക്ക് ശരിയാവുമോ എന്നുള്ളത്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ചെയ്ത എല്ലാ കേക്ക് റെസിപ്പീസിലും മുട്ട ഉപയോഗിച്ചിട്ടില്ല. മുട്ടയില്ലാതെ നമുക്ക് അടിപൊളിയായിട്ടുള്ള കേക്ക്സൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 സ്പഞ്ച് ഉണ്ടാക്കിയെടുത്തു. അത് ക്ലിംഗ് റാപ്പിൽ കവർ ചെയ്തിട്ട് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചിട്ട് അടുത്ത ദിവസമാണ് ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുക്കണേ കേട്ടോ. അപ്പോൾ ഇതുപോലെ 4 ലെയർ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കേക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം, നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ടെന്നല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 3 ഇളനീരാണ് എടുത്തത് കേട്ടോ. 1 ഇളനീര് വെള്ളത്തിനായിട്ടും 2 ഇളനീര് കാമ്പിനുമായിട്ടാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഇനി ഒരു മിക്സി ജാറിലേക്ക് 1 കപ്പ് ഇളനീര് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്.
പിന്നെ 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ അതാ നന്നായി അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ആക്കിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അടുത്ത കേക്കിനകത്തുള്ള ഫില്ലിംഗ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഇളനീരിൻ്റെ കാമ്പിട്ട് കൊടുക്കുകയാണ്. പിന്നെ 1/4 കപ്പ് ഇളനീര് വെള്ളവും 3 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. കണ്ടൻസ് മിൽക്ക് ചേർക്കുമ്പോഴാണ് കൂടുതൽ സ്വാദുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റിയ ശേഷം ഫ്രിഡ്ജിൽ വെക്കുക. ഐസിങ് ചെയ്യണ സമയത്ത് പുറത്തെടുത്താൽ മതി. അപ്പോൾ ഈ ചെയ്ത ഫില്ലിങ്സാണ് നമ്മുടെ കേക്കിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. ഈ ഒരു ഫില്ലിങ്സ് നമ്മൾ ചേർക്കണ സമയത്താണ് നമ്മുടെ കേക്കിന് യഥാർത്ഥ ആ ഒരു ഇളനീരിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. അടുത്തത് നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് നല്ല തണുത്ത വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇത്ര നാളും ഞാൻ നാട്ടിൽ വന്ന ശേഷം ബീറ്ററില്ലാതെ മത്തും അതുപോലെ തന്നെ വിസ്കൊക്കെ ഉപയോഗിച്ചിട്ടാണ് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കിയെടുത്തത്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ബീറ്റർ എങ്ങനെ കിട്ടിയെന്നായിരിക്കും എൻ്റെ വീഡിയോസ് കാണുന്നവർ ചിന്തിക്കുന്നുണ്ടാവുക. അപ്പോൾ എൻ്റെ അനിയത്തി വരണ സമയത്ത് അവളുടെ ബീറ്റർ എടുത്തിട്ട് വന്നു. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ബീറ്ററിൽ ചെയ്യാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ ബീറ്റർ ഇല്ലാതെയും നമുക്ക് അടിപൊളിയായിട്ട് കേക്ക്സ് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളത് എൻ്റെ നാട്ടിൽ വന്ന ശേഷമുള്ള കേക്ക് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബീറ്റർ ഇല്ലാലോ എന്ന് വിചാരിച്ചിട്ട് ആരും ചെയ്യാതിരിക്കരുത്. ഉറപ്പായിട്ട് ഉണ്ടാക്കിയെടുക്കണം. ഇതിപ്പോൾ ബീറ്റർ കയ്യിൽ കിട്ടിയത് കൊണ്ട് ഞാൻ ബീറ്ററിൽ ചെയ്യണമെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാൻ കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് ആദ്യത്തെ ഒരു ലെയർ വെച്ച് കൊടുത്തു. അതിന് ശേഷം നമ്മളിവിടെ നേരത്തെ ഉണ്ടാക്കി വെച്ച ഇളനീരിൻ്റെ സിറപ്പ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡാക്കി കൊടുക്കണം. അതിന് ശേഷം വിപ്പിംഗ് ക്രീം ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തത് ഞാൻ വിപ്പിംഗ് ക്രീം കൊണ്ട് 4 കോർണേഴ്സിലും ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടാൻ പോണ ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് വെളിയിൽ പോവാതിരിക്കാനാണ്. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് എല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നല്ല തിക്കായിട്ട് തന്നെയാണ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മൾ ചെറിയൊരു കഷ്ണമൊക്കെയല്ലേ കേക്ക് കഴിക്കുള്ളൂ, ഇത് നന്നായിട്ട് കിട്ടുള്ളൂ കഴിക്കാനായിട്ട്. അപ്പോൾ അടുത്തത് സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തു. ആദ്യ ലെയർ ചെയ്ത പോലെ തന്നെയാണ് സെക്കൻഡും തേർഡും ലെയർ നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ എപ്പോഴും കേക്ക് ചെയ്യാറുള്ളത് എന്തെങ്കിലും ബർത്ത്ഡേയ്സോ അല്ലെങ്കിൽ ആനിവേഴ്സറീസോ ചെറിയ ഫങ്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ മെനക്കെട്ട് കേക്ക് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ അല്ലാത്ത പക്ഷം ഐസിങ് കേക്ക്സ് കേട്ടോ, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ടീ കേക്ക്സൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. ഈ ഐസിങ് ചെയ്യണ കേക്ക്സ് ഞാൻ ആ ഒരു സമയത്ത് മാത്രമേ ചെയ്യാറുള്ളൂ. ആ സമയമാണ് ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ ഇനി പറ്റുമെങ്കിൽ എല്ലാം ദൈവം സഹായിച്ച് നല്ല രീതിയിൽ വരികയാണെങ്കിൽ ചെന്നൈ പോയ ശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കേക്ക്സ് ചെയ്യാം, ഫങ്ഷൻ അല്ലാത്ത സമയത്ത് പോലും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അതൊക്കെ ചെയ്യാൻ ഒരു പ്രചോദനമാവുള്ളൂ. അല്ലാതെ നമ്മൾ വെറുതെ കേക്ക് ചെയ്ത് കട്ട് ചെയ്ത് കഴിക്കണതിനോട് വലിയ താല്പര്യമില്ല. ഇനി കേക്ക് മുഴുവനായിട്ട് വിപ്പിംഗ് ക്രീം കൊണ്ട് കവർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മളൊരു ക്രം കോട്ട് ഇട്ട ശേഷം ഒരു അരമണിക്കൂർ ടു 1 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത ശേഷം വേണം ഫൈനൽ കോട്ടിംഗ് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഈ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു കേക്കിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കേക്ക് ചെയ്ത് വരുമ്പോഴാണ് നല്ല പെർഫെക്റ്റായി കിട്ടുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സ്ക്രേപ്പർ കൊണ്ട് കേക്കിൻ്റെ മുകളിലും സൈഡിലൊക്കെ ഈ ഒരു ഡിസൈൻ കൊടുത്തു. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനലായിട്ടുള്ള ഔട്ട്കം. ഞാൻ എന്തൊക്കെയാണ് അതിൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈഡിൽ റെഡ് ഭാഗം കാണുന്ന ഭാഗത്തെല്ലാം ഞാൻ വൈറ്റ് ചോക്ലേറ്റിൽ റെഡ് കളർ മിക്സ് ചെയ്തിട്ട് അവിടെ അങ്ങനെ ഡ്രിപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം കേക്കിൻ്റെ മുകളിലായിട്ട് സൈഡിൽ കേട്ടോ ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ട് കുറച്ച് ഫോണ്ടൻ വർക്ക്സാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കേക്കായിരുന്നു ഇത്.
കണ്ടില്ലേ 4 ലെയറും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നല്ല അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.